പ്രതീക്ഷയില്ല, കാരണം ഒരുപാട് വലിയ ആക്ടേഴ്സ് ഉള്ള ഒരു പടമായത് കാരണം ഞാൻ ഇങ്ങനെ ജസ്റ്റ് വന്നു പോകുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. കണ്ടു കഴിഞ്ഞപ്പം കുറെ പേര് വന്ന് പറഞ്ഞു നന്നായിട്ടുണ്ട്. അയ്യോ, അവരുടെ കൂടെ അല്ല, പക്ഷെ അതിലുണ്ട്. ഉണ്ട്. അത് ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു. എനിക്ക് ഫൈറ്റ് ഒക്കെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെയ്ത് കഴിഞ്ഞാൽ പാളിപ്പോകുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറച്ച് റിവ്യൂസ് കണ്ടായിരുന്നു, നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എല്ലാരും അവർക്ക് അത് ഇപ്പൊ സിനിമ വന്നു കഴിയുമ്പോ കണ്ടാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു അവര് പറഞ്ഞത്. അത് കാരണം ഒന്നും പറയാനില്ല. അല്ല, ഈ ഒരു ക്യാരക്ടർ അവർ എന്നോട് സംസാരിക്കുമ്പോൾ വർക്ക് ആവുന്നൊരു പേടി ഉണ്ടായിരുന്നു ശരിക്കും? എനിക്ക് പേടിനെക്കാളും എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഇത്രയും വലിയൊരു പ്രോജക്റ്റ് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ അധികം ഒന്നും ചിന്തിക്കാതെ തന്നെ അത് ചെയ്യുമല്ലോ. അങ്ങനെ പോയി ചെയ്തതാണ്. ഞാൻ അൺഫോർച്ചുനേറ്റ്ലി അവരെ നേരിട്ട് കണ്ടില്ല. എനിക്ക് ദീപിക ആയിട്ടായിരുന്നു കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. കാരണം നമ്മൾ ഓരോ പ്രോജക്റ്റിലായത് കാരണം അങ്ങനെ അറിയാം. ഇല്ല. അപ്പൊ ഇത്ര ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരെ ഒരു സ്ക്രീൻ പ്രസൻസ് കിട്ടി, അല്ലെങ്കിൽ ഒരു പടത്തിലെ ഭാഗമാകാൻ പറ്റി, എന്താണ് ശരിക്കും ഒരു ഫീൽ? അയ്യോ, അത് ഭയങ്കര ലക്കി ആയിട്ട് തോന്നുക. കാരണം എനിവൺ കുഡ് ഹാവ് ഡൺ ദാറ്റ്. വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോവായിരുന്നു. പക്ഷെ അത് എൻ്റെ അടുത്ത് വന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ്. അത് നാഗി സർ, ഹി കോൾഡ് മീ. അപ്പൊ പുള്ളി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ വൈജയന്തി ഓൾസോ. അതെ, 2 കൊല്ലം ഉണ്ടായിരുന്നു. 2 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു 10-20 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓവർ ദി സ്പാൻ ഓഫ് 2 years അത് അടിപൊളിയായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്ത് ചെയ്തതാണ്. സ്റ്റണ്ടൊക്കെ നമ്മൾ തന്നെ ഏറ്റെടുത്ത് പോയി ചെയ്തതാണ്. ഭയങ്കര അടിപൊളി. നിക് പവലായിരുന്നു US വന്ന സ്റ്റണ്ട് മാസ്റ്ററാണ് ആദ്യം ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ബാഹുബലിയുടെ സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട്. നിങ്ങൾ ഇത്ര ഹൈപ്പ് ചെയ്ത് ഞാൻ ഇച്ചിരി ഉള്ളൂ, കുറച്ചേ ഉള്ളൂ അതില്. ഇല്ല, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുറെ നാളായി ഈ പടം ഇറങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ഇപ്പൊ വന്നപ്പോ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെയൊക്കെ ചോദിക്കില്ലേ? കയ്യടി കിട്ടിയത് അന്നയുടെ ഡയലോഗിനായിരുന്നു. തമാശകളായിട്ടുള്ള കുറെ ഫൈറ്റിന്റെ ഇടയിലുള്ള ഞാൻ കണ്ടപ്പോ അധികം കൈയിടുന്നുണ്ടാവില്ല. ഇനി 2 ദിവസം കഴിച്ച് ഇനി ഒന്നോട്ട് പോവാം. ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഷെനോയ്സിലാണ് കണ്ടത്. അടിപൊളിയായിരുന്നു. എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാരും ഇവിടെ ജോളിയായിട്ടിരുന്നു കണ്ടു. ഇവരെല്ലാരും പറഞ്ഞായിരുന്നു. പിന്നെ ശ്യാമേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശ്യാമേട്ടൻ ഉണ്ണിച്ചും കണ്ടു കഴിഞ്ഞപ്പോ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കണ്ടിട്ടില്ല, പക്ഷെ ഷീ സെഡ് ഷീ വിൽ വാച്ച്. കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലൊരു സൂപ്പർ ഹീറോ അന്നാപ്പൻ അറിയപ്പെടും. അയ്യോ, അങ്ങനെയൊന്നും. ഡിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. അവരാണ് വേഫെയർസ് ആണല്ലോ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പൊ അവര് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ മെസ്സേജ്. ഇനി നമുക്ക് പ്രവാസി കേരളത്തിൽ കൊണ്ടുവരുമോ? ഞാനോ? പറയണം, ഇവിടെ പ്രേക്ഷകരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അല്ല, അവർക്ക് ഒരു ഇങ്ങോട്ട് പ്രൊമോഷൻ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അത് അറിയില്ല. അത് നമുക്ക് നോക്കാം.